ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ട്രംപിന്റെ പുതിയ പ്രസ്താവന. 2024 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കാനിരുന്നൊരു യുദ്ധം താൻ ഒറ്റയ്ക്ക് നിർത്തലാക്കിയെന്ന അവകാശവാദവുമാണ് ട്രംപ് വീണ്ടും എത്തിയിരിക്കുന്നത്. പക്ഷെ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ തന്ത്രങ്ങളെയും ഇന്ത്യയുടെ രീതികളെയും അപമാനിക്കുകയും അദ്ദേഹം ചെയ്യുന്നുണ്ട്. എന്താണ് ട്രംപ് പറഞ്ഞത്? നമുക്ക് കൂടുതൽ പരിശോധിക്കാം. അടുത്തിടെ നടന്ന ബോർഡ് ഓഫ് പീസ് എന്ന യോഗത്തിലാണ് ട്രംപ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. 2024 ഏപ്രിലിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കടുത്ത സംഘർഷം നിലനിന്നിരുന്നു. ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ വഴി തിരിച്ചടി നൽകിയ സമയത്ത് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാണ് ട്രംപ് പറയുന്നത്. ട്രംപിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെയും ഫോണിൽ വിളിച്ചു. യുദ്ധം നിർത്തലാക്കിയില്ലെങ്കിൽ അമേരിക്കൻ ഇറക്കുമതിക്ക് 200% താരിഫ് ഉണ്ടാകുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി. ഇതിൽ അവർ ഭയന്നുപോയി. അങ്ങനെ അവർ യുദ്ധം നിർത്തി. പണത്തിന് മുകളിൽ ഒന്നുമില്ലെന്ന് അവർ മനസ്സിലാക്കി. ഇവിടെയാണ് ട്രംപ് നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സൈനിക നടപടികളെയും പരിഹസിക്കുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്ന പ്രധാന പരിഹാസങ്ങൾ ഇവയാണ്: പണമാണ് എല്ലാം, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദേശസ്നേഹ നിലപാടുകളല്ല, മറിച്ച് പണം നഷ്ടപ്പെടുന്ന പേടിയാണ് യുദ്ധം നിർത്താൻ കാരണമെന്ന് അദ്ദേഹം ആവർത്തിച്ചു. പണം കണ്ടാൽ അവർ വഴങ്ങും എന്ന അദ്ദേഹത്തിന്റെ പരാമർശം രണ്ടു രാജ്യങ്ങളെയും അങ്ങേയറ്റം താഴ്ത്തിക്കെട്ടുന്നതാണ്. ആക്രമിക്കപ്പെട്ട വിമാനങ്ങളുടെ കാര്യത്തിലും ട്രംപ് കണക്കുകൾ മാറ്റിയിട്ടുണ്ട്. ആദ്യം ട്രംപ് പറഞ്ഞിരുന്നത് 8 ജെറ്റ് വിമാനങ്ങൾ തകർന്നു വീണു എന്നാണ്. ഇപ്പോൾ അത് 11 ആക്കി മാറ്റി. വിലപിടിപ്പുള്ള ജെറ്റ് വിമാനങ്ങൾ എന്ന് കളിയാക്കി അദ്ദേഹം ഇവിടെയും പറയുന്നുണ്ട്. കശ്മീർ വിഷയത്തിലോ അതിർത്തി തർക്കത്തിലോ ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കാറില്ല. എന്നാൽ തന്റെ ഫോൺ കോൾ കൊണ്ടാണ് എല്ലാം ശരിയായതെന്ന് വരുത്തി തീർക്കുന്നതിലൂടെ ഇന്ത്യയുടെ സ്വയം ഭരണാധികാരത്തെയാണ് അദ്ദേഹം പരിഹസിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ വാദം നേരത്തെ തന്നെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനിക മേധാവികൾ തമ്മിലുള്ള തീരുമാനത്തിലാണ് വെടിനിർത്തൽ നടന്നതെന്ന് ഇന്ത്യ പറഞ്ഞു. ഇതിൽ ട്രംപിന് യാതൊരു ബന്ധവുമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ തന്റെ വാദത്തിൽ വീണ്ടും ഉറച്ചു നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ട്രംപ് നിരന്തരം ഇന്ത്യയെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ട്രംപിനെ പുകഴ്ത്തുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്ന ഇത്തരം പ്രസ്താവനകൾ നയതന്ത്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല ഇന്ത്യയുടെ പരമാധികാരത്തിൽ ട്രംപ് ഇടപെടുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ നടന്നുവെന്ന് ലോകത്തെ അറിയിച്ചത് ട്രംപാണ്. ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ലെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും ലോകത്തെ അറിയിച്ചത് ട്രംപ് തന്നെയാണ്. ഇതുവരെ ഇന്ത്യ ഇതിലൊരു വ്യക്തത തന്നിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ മോദിയുടെ രാഷ്ട്രീയ കരിയർ അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ഇതിനും ഇന്ത്യ മറുപടിയൊന്നും നൽകിയിട്ടില്ല. ഇന്ത്യയെ നിരന്തരം ലോകത്തിന് മുൻപിൽ അപമാനിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയെ പണത്തിന് പിന്നാലെ പോകുന്ന ഒരു രാജ്യമായി ചിത്രീകരിക്കാണ് ട്രംപ് ശ്രമിക്കുന്നത്. തന്റെ വ്യാപാര നയങ്ങൾ കൊണ്ട് ഏതു രാജ്യത്തെയും തന്റെ വരുതിയിൽ നിർത്താമെന്ന ട്രംപിന്റെ അഹങ്കാരമാണ് ഇതിലൂടെ പുറത്തു കാണുന്നത്.